കാറ്റത്തെ ക്ലിപ്പിലെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹരീഷിൻ്റെ അടുത്താണെങ്കിൽ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ അവളുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നിൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കെന്തായാലും നീതുവിനെ ഇഷ്ടമാണ്, നീതു എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ കാണുകയും ചെയ്യും, ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ വന്നിട്ടല്ലല്ലോ നീതുവിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അവൾ എൻ്റെ അടുത്ത് വർക്ക്ഷോപ്പിൽ വന്നിട്ടാണ് അവൾ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നൊക്കെ പറയും. അപ്പോൾ കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഏത് ആൺകുട്ടിയെ ഇഷ്ടമല്ലെന്ന് പറയുന്നതെന്നൊക്കെ നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്. നീതുവിൻ്റെ ആങ്ങളാണെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തട്ടിയൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ ഹരീഷും തിരിച്ച് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹരീഷ് പറയുന്നത്, നീ നിന്റെ പെങ്ങളടുത്ത് പറ എന്നെ കാണണ്ട, എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നീതു പറയുന്നുണ്ട്, ഞാൻ കാണുകയും ചെയ്യും, ഞാൻ സംസാരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുധീഷ് ആണെങ്കിൽ നമ്മൾ അഖിലിനെ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടാ അല്ല നീ ആണെങ്കിൽ താമസിക്കുന്ന ഈ ഒരു വാടക വീട്ടിലല്ലേ, അല്ലാതെ കൊട്ടാരത്തിലൊന്നും അല്ലല്ലോ നീ താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ നീയാണോ അവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതങ്ങോട്ട് പറഞ്ഞത് സുധീഷാണെങ്കിൽ നമ്മൾ അഖിലിൻ്റെ അടുത്ത് ഈ വാടക വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി പുച്ഛിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞത് നമ്മളെ നീതുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത്. നീതു ആണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹരീഷ് അത് നിന്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹരീഷ് പറയുന്നുണ്ട്, അല്ല എൻ്റെ വീട്ടിലും വന്ന് കുറേ ഷോ ഒക്കെ കാണിച്ചല്ലേ, ഇപ്പോൾ കുറച്ചൊക്കെ കേൾക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ പിന്നെ നീതുവിൻ്റെ ചേട്ടനാണെങ്കിൽ നമ്മൾ ഹരീഷിനെ അടിക്കാനൊക്കെ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ നമ്മൾ അങ്ങനെ പിടിച്ച് തടയുന്നൊക്കെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നീതു പറയുന്നത്, ഹരീഷേ മതി, നിന്റെ ചേട്ടനെ വിളിച്ചോണ്ട് പോകാനാ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഹരീഷും സുധീഷും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, ചേട്ടാ നമ്മൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയും, അത്രയൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയാം, അല്ല നമ്മൾ ആ വാടക വീട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സുധീഷ് പറയും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നമ്മളെ വീട്ടിൽ വന്നൊക്കെ അത്രയ്ക്കും പറഞ്ഞതല്ലേ, അപ്പോൾ ഇത് കുറച്ചിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ നീതുവിൻ്റെ അച്ഛനാണെങ്കിൽ നീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഏതെല്ലാം രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയതാണെന്നൊക്കെ പറയും. നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർ നമ്മളെ വീടിനെ കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞ കേട്ടില്ലേ, ഇപ്പം നമ്മൾ ഗതികെട്ടവരായതുകൊണ്ടാണല്ലോ നമ്മൾ വാടക വീട്ടിൽ കിടക്കുന്നതെന്നല്ലേ അവർ പറഞ്ഞത്, അപ്പം നീയും ആ വീട്ടിൽ താമസിക്കുമ്പോൾ നീയും ഗതികെട്ടവളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നീതു പറയുന്നുണ്ട്, അവർ എന്നെ ഒന്നും അല്ല പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അവർ നിന്റെ ഈ വീട്ടിൽ വന്ന് നിന്റെ തല്ലാൻ വേണ്ടി അവർ ധൈര്യം കാണിച്ചില്ലേ, ഇപ്പം നാളെ അവർ ഈ കണക്കിനാണെങ്കിൽ എന്നെ അവർ തല്ലുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ചീത്ത പേര് കൂടെ നീ എനിക്ക് കേൾപ്പിച്ച് തരുതെന്നൊക്കെ നമ്മൾ നീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ നിധിയാണെങ്കിൽ അടുക്കളയിൽ നിന്നിട്ട് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ സുധീഷും ഹരീഷും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിത് എവിടെ പോയിട്ടാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരാണെങ്കിൽ നിന്ന് പരിങ്ങയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ദാണ്ട് ഇവനിക്ക് ഹരീഷിന് വയറൊക്കെ ചാടുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ ജോഗിങ്ങിന് പോയതാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹരീഷും പറയുന്നുണ്ട്, സുധീഷ് ഏട്ടനും വയറൊക്കെ ചാടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങളൊരു ജോഗിങ്ങിന് പോയതാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല ഞങ്ങളാണെങ്കിൽ കുട്ടികളൊന്നും അല്ലല്ലോ, കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ആ കുട്ടികളാണെങ്കിൽ പിന്നെയും പേടിക്കേണ്ട കാര്യമില്ല, നീയൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടേ നീയൊക്കെ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ഇന്ന് സവാളയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളെ നിധിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വെള്ളമൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, ഇങ്ങ് കൊണ്ടുപോകാൻ നിധി, ഞാൻ അരിഞ്ഞു തരാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ നിധി കൊടുക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ പിടിച്ച് മേടിച്ചൊക്കെ ഇരുന്ന് സവാളയൊക്കെ അരിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല നീതുവിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ സുധീഷ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്? അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട്, ഓ അപ്പോൾ പോയല്ലേ, ഞാൻ ചുമ്മാ ചോദിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നത്, അല്ല ഈ നുണക്കഥ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളെന്തിനാ അവിടെ പോകേണ്ടതെന്നൊക്കെ ആവശ്യം എന്നൊക്കെ നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നീതുവിൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് സുഭാഷിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ രണ്ട് വീട്ടുകാരായിട്ട് ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഇവനെ വെള്ളം പിറക്കെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവരിന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നീതുവിൻ്റെ അച്ഛനാണെങ്കിൽ നമ്മളെ ഭാസ്കറിനെ കുറിച്ചൊക്കെ വീടിനെ കുറിച്ചൊക്കെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ഭാസ്കറിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ ഭാസ്കരനാണെങ്കിൽ അയാളെ അടിക്കാനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങളെ മോളെ നിലയ്ക്ക് നിർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ശരി അവൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, പക്ഷേ അവളെ നിലയ്ക്ക് നിർത്താൻ ഞങ്ങൾക്ക് അറിയാതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഇന്നേവരെ ഞാൻ അവളെ തേടി ഞാൻ പോയിട്ടില്ല, അവളെ എന്നെ തേടി അവൾ വന്നേന്നൊക്കെ ഇങ്ങനെ ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും അവളിനെ എന്നെ വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്ത് ഞാൻ സംസാരിക്കുകയും ചെയ്യും, ഞങ്ങൾ അവളെ കാണുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും അവൾ ഇനി ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളെ വിലക്ക് ധിക്കരിച്ച് അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ കല്യാണം ഞാൻ നടത്തി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ പിടിച്ച് താമസിപ്പിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പെണ്ണ് താമസിക്കാൻ പറ്റിയ വീടാണോ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടോ എന്നൊക്കെ
നമ്മളെ നീതുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഭാസ്കരനാണെങ്കിൽ നിധിയെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ സുധീഷ് കൊണ്ടുവന്ന പെണ്ണാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളിവിടെ താമസിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവരെ കല്യാണത്തിന് ഇവിടെ വന്ന് ബിരിയാണി തിന്നിട്ട് പോയ ആൾക്കാരല്ലേ നിങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നീതുവിൻ്റെ അമ്മ പറയുന്നത്, ആര് തിന്ന് ബിരിയാണി എന്നൊക്കെ പറയും. നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ആ ഭാഗ്യദോഷം എന്ന് കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭാസ്കരനും നിധിയുടെ അമ്മയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ നിധിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടാണെങ്കിൽ സഹിക്കാൻ വയ്യാതെ നിധിയാണെങ്കിൽ നമ്മളെ സുധീഷിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിധി എന്ന്, ഞാനവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നുണ്ട്, താലി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഏത് താലി എന്നൊക്കെ ചോദിക്കുന്നത്. നിധി പറയുന്നുണ്ട്, എൻ്റെ താലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുധീഷാണെങ്കിൽ പോയി എടുക്കാൻ വേണ്ടി റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് വരുമ്പോൾ ഒരു പെട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ പെട്ടി ഇതിനകത്താണോ വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷാണെങ്കിൽ ആ ബോക്സൊക്കെ ഓപ്പണൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെട്ടിയും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, നിധി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് നിധിയുടെ താലിയല്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൂക്ഷിച്ച് ഭദ്രമായിട്ടിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ താലിയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ആ താലി ഇങ്ങ് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ വിൽക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപാടോ എന്ന് പറയുമ്പോഴത്തേക്കും കൊണ്ടുപാടോന്നോ. അപ്പം നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഓ അപ്പോഴത്തേക്ക് ഹരീഷിന്റെ കല്യാണം നടത്താനായിരിക്കും അല്ലേ, അപ്പോൾ പെണ്ണ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ ആ താലിമാലയൊക്കെ മേടിച്ച് കഴുത്തി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാരണം നമ്മുടെ സുധീഷിനെ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നതാന്ന് പറഞ്ഞിട്ട് നമ്മൾ സുധീഷിനെ ആണെങ്കിൽ വിളിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിധി അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നത് നിർത്തമെന്ന് പറയുന്നുണ്ട്. അപ്പം നീതുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ആരടി നിർത്താനെന്ന് പറയാനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നില്ല, അല്ല ഇത്രയും നേരം നിങ്ങളല്ലേ സംസാരിച്ചത്, ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നത് വേണ്ട മോളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിധി പറയുന്നില്ല, സുഭാഷ് ചേട്ടാ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ സുധീഷിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് കല്യാണം കഴിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമായി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. എന്നെ ഇവർ നല്ലതുപോലെ തന്നെ നോക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ തന്നെ ആണല്ലോ പറഞ്ഞത്, ഞാനാണെങ്കിൽ ഇവിടെ തോനെ നാൾ നിൽക്കത്തെയും വയ്ക്കത്തെയും ഒന്നും ഇല്ലെന്ന്. ഇപ്പോൾ ഈ പറയുന്ന നാട്ടുകാരൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവരെ വാടയ്ക്കുന്ന രീതിയിൽ നമ്മൾ നിധിയാണെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിധി ഇങ്ങനെ മറുപടിയൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മളെ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ നിൽക്കുന്നത്. സുധീഷ് എന്തോ ഒരു യുദ്ധം ജയിച്ച ഒരു സന്തോഷത്തിൽ നമ്മളെ നികേഷിൻ്റെ തോളിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.